ഹായ് ലൈവിൽ ഒരുപാട് സംഭവം നടന്നിട്ടാ. നമ്മുടെ അനുമോള് കേരറ്റ് എടുക്കാനടുത്ത് അക്ബർ ടീം അവിടെ കിടന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ. അത് അവിടെ ബഷറിൽ ആര്യനക്കും ദിശയിലേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുക്കാൻ പാടുണ്ടോ അനുമോള്? അതെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അത് അനുമോൾ ഇരുന്ന് കുറേ നേരം ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് ഉളുപ്പുണ്ട് അങ്ങനെ എങ്ങനെ പല രീതിയിലേക്ക് സംസാരിക്കില്ല. അപ്പോൾ പിന്നെ ക്യൂട്ട്നെസ് വാരി വിതരണമെന്നൊക്കെ കുറേ പറഞ്ഞപ്പോൾ അനുമോൾ അവിടെ ചെന്നിട്ട് കുറേ പറഞ്ഞു അങ്ങോട്ട് നിങ്ങൾക്ക് അതുണ്ടോ, നിങ്ങൾക്ക് എന്താ ഉള്ള തേങ്ങ കുഴയല്ലോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ ഉള്ള കാരണം എനിക്ക് ടാലൻ്റ് ഉള്ള കാരണം എന്നെ ഇതിനകത്ത് ഈ ബിഗ് ബോസ് വീട്ടിൽ എടുത്തെടുക്കാൻ ഇന്ന് 10-12 വർഷമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പറഞ്ഞു അനുമോൾ. പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു സംഭവം നടന്നുണ്ട്. ഈ ആര്യൻ അനുമോളുടെ മേത്തേക്ക് വന്ന് വീഴണം. എങ്ങനെ നമ്മുടെ മസ്താനിയോട് പറയണേ ഞാൻ അവളുടെ അടുത്ത് പോയി നിൽക്കാൻ ഇനി മേത്ത് വന്നു തല അതൊക്കെ ചെയ്യുന്ന പരിപാടി കൊള്ളൂലല്ലോ. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കും, അതിൻ്റെ മേത്ത് വന്ന് ആര്യൻ വീഴണോ, മസ്താനി തല്ലോ. കുറച്ചുകൂടി വിവരം ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യുമ്പോൾ ആളുടെ മേത്ത് നമ്മൾ മനഃപൂർവ്വം അത് ആര്യനും അനുമോൾ ശത്രുവായിരിക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു പെങ്കൊച്ചിൻ്റെ മേത്ത് ഒരു ആന ചെന്ന് വീഴുന്ന തെറ്റല്ലേ? അങ്ങനെ വീഴാൻ പാടുണ്ടോ? അങ്ങനെ അവൾക്ക് അത്രയും മസ്താനി എന്ന് പറഞ്ഞാൽ ഒരു ബോധമില്ല. നമ്മൾ തല്ലുമ്പോൾ അവൾ മേളത്ത് വീഴണോ അല്ല എവിടെയെങ്കിലും വീണും പല പല്ലും മുഖം പൊട്ടിയാലോ എന്ത് ചെയ്യും? അതൊന്നുമല്ല, ചുമ്മാ എന്താണ്ട് അവൾക്ക് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക കിടക്കുക വന്നിട്ട് 2 ദിവസം ഒരാഴ്ച മാത്രമേ എന്തെങ്കിലും പറയാൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പാകത്തേക്ക് കാണാനുള്ള ഇപ്പോൾ അപ്പുറ ടീമിലെയാണ് നമ്മുടെ വേറെ ലക്ഷ്മിയും മസ്താനേ ഉള്ളൂ. ഇത് വന്നിട്ട് ഭയങ്കര വർത്തമാനമായിരുന്നു. അത് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അവർക്ക്. ഇപ്പം മറ്റേ അക്ബർ നമ്മൾ പാമ്പ് പിടിക്കുന്ന ഒരു സാധനമില്ല, അത് ഊതി ഇങ്ങനെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കും ഒന്നും മിണ്ടണ്ട. എന്തെടുത്താലും എന്ത് സാധനം എടുത്താലും അനുമോൾക്ക് കുറ്റമുള്ളൂ. ആര്യനും കുറ്റമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും എടുത്ത് നോക്കട്ടെ. മറ്റുള്ളവർക്ക് അവരാണ് ആ വീട്ടിൽ ഭരിക്കണേ, ആര്യനും ദിശയിലും ഭരിക്കണേ. അതിന് സപ്പോർട്ട് ചെയ്യണേ ഈ ഇത്രയും പേര്. ഇങ്ങനെയാണ് ഇവരുടെ കാര്യം. എന്തായി എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വന്നിട്ട് നല്ലൊരു ആര്യനക്ക് കിട്ടാണ്ട്, ഇവൾക്കും കിട്ടാണ്ട്, മസ്താനിയും കിട്ടാണ്ട്. അതേപോലെ ഇന്നലെ പറഞ്ഞ നമ്മുടെ ലക്ഷ്മിക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞ ലക്ഷ്മിക്ക് നന്നായിട്ട് കിട്ടാണ്ട്. അത് കിട്ടും പുറത്തും വലിയ കാര്യമായിട്ട് വിഷയമായിരിക്കണം. അപ്പോൾ അത് ശരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്.